മിഷൻ ക്രോസ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു കൊറിയൻ കോമഡി ആക്ഷൻ സിനിമയാണ്. ഈ കൊറിയൻ സിനിമകൾ കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഇതിനകത്തെ ക്യാരക്ടേഴ്സ് നെയിം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്തെ ലീഡിങ് ക്യാരക്ടേഴ്സിൻ്റെ നെയിം ഞാൻ ആദ്യമേ തന്നെ അങ്ങ് പറയാം. പാർക്ക് ഗെങ് മൂ, അതാണ് നായകൻ്റെ പേര്. നായികയുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാങ് മീസുൻ. അങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് നെയിം. ഇതിനകത്ത് ഈ രണ്ട് ക്യാരക്ടേഴ്സ് നെയിം പഠിച്ചെടുക്കാൻ എന്ത് പാടുപെടുന്നവരും. ഇതിനകത്ത് ക്യാരക്ടേഴ്സ് നെയിം ഭയങ്കര പാടാണ് കൊറിയൻ സിനിമകളിൽ. ഇവർക്ക് വല്ല ശശിന്നോ ഗോപാലനോ സരളെന്നൊക്കെ ഇട്ടാൽ പോരെ, നമ്മളാണ് ഇത് പറയാനായിട്ട് കിടന്ന് പാടുപെടുന്നു. അപ്പോൾ ഈ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മൾ പല സിനിമകളിലും ഇത് കണ്ടിട്ടുണ്ട്, ഈ ഒരു തീം കണ്ടിട്ടുണ്ട്. അതായത് ഒരു സ്പെഷ്യൽ ഏജൻ്റായിട്ടുള്ള നായകൻ, ഡിറ്റക്റ്റീവായിട്ടുള്ള നായിക. അപ്പം ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാരീഡാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം ഭാര്യയ്ക്കറിയില്ല ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു എക്സ് ഏജൻ്റ്, സ്പെഷ്യൽ ഫോഴ്സിലെ ഏജൻ്റ് ആയിരുന്നു എന്നുള്ളത്. പുള്ളിക്കാരൻ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് മറ്റേ ഏതാണ്ട് ഇങ്ങനെയുള്ള ആക്ഷൻ പരിപാടികളൊന്നും ഇല്ലാണ്ട് ഒരു സാധാരണ ഫാമിലി മാനായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഈ നായിക എന്ന് പറയുന്ന ക്യാരക്ടർ സ്പെഷ്യൽ ഡിറ്റക്റ്റീവാണ് അവിടുത്തെ പോലീസിൽ. അപ്പോൾ ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസിനെതിരെയൊക്കെ ചെല്ലുന്നു, അടിക്കുന്നു. ഭയങ്കര സെറ്റപ്പ് ക്യാരക്ടർ, ഭയങ്കര ആറ്റിറ്റ്യൂഡായിട്ടുള്ള ക്യാരക്ടർ. പക്ഷേ നമ്മുടെ നായകൻ ഭയങ്കര സെറ്റപ്പായിരുന്നു എന്നറിയില്ല, വാസിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഈ ഒരു സിനിമയിൽ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ മിഷനിൽ ചെന്ന് വിടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിഷനിൽ നടുക്ക് വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത്. അത് ഭയങ്കര ഒരു അതായത് ഈ ഹസ്ബൻഡിന് അഫെയർ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഇത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു വലിയ കേസ് വരുന്നു. അതായത് വലിയ ഡിഫൻസ് ഫോഴ്സിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പൈസ തട്ടിപ്പിൻ്റെ കേസൊക്കെ വരുന്നു. അതൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒരു കേസിന് പുറകെയാണ് പോകുന്നത്. എന്നിട്ട് ഒരു സമയമാകുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു ബന്ധത്തിനുള്ള ഒരു വിള്ളലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇവർ പറഞ്ഞ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാനായിട്ട് പോകുന്നത്. അതായത് ഇത്രയും നാൾ ഭയങ്കര പാവമായിട്ടിരുന്ന ഒരു ഹസ്ബൻഡ് പെട്ടെന്നൊരു ദിവസം ഭയങ്കര സ്പെഷ്യൽ ഏജൻ്റായിരുന്നു, ഭയങ്കര സംഭവമാണെന്ന് അറിയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെയാണ് ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഇതിനകത്തൊരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ഭയങ്കര ട്വിസ്റ്റ്. ഈ കൊറിയൻ സിനിമകളിൽ അങ്ങനെയാണ്, ചില സിനിമകളിലൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ ഗംഭീര ട്വിസ്റ്റുകളൊക്കെ കാണിക്കും. അതേപോലൊരു ട്വിസ്റ്റ് ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷേ ട്വിസ്റ്റിൻ്റെയൊക്കെ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ എങ്ങ് കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ അത്യാവശ്യം കുറച്ച് ഫൈറ്റ് സീനുകളൊക്കെ കാണിച്ചിട്ട്, കുറച്ച് ഗൺ ഫൈറ്റ് സീനുകളൊക്കെ കാണിച്ചത് വൃത്തികേടില്ലാതെ ഒരു നല്ല രീതിയിൽ നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത് കാണിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ. പ്രത്യേകിച്ച് കൊറിയൻ സിനിമയാണ്, അപ്പോൾ നമ്മൾ ഒരു ഹോളിവുഡ് സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു ഹോളിവുഡ് ഫീൽ കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് ഫീലൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒട്ടും ആ ഒരു കൂതറ സിനിമ അല്ലെങ്കിൽ കൂതറ കൊറിയോഗ്രാഫി ഒന്നും ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെ ചേസിങ് സീനുകൾ, കാർ ചേസിങ് സീനുകളൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ലെവൽ. കാരണം ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമയാണ്, അപ്പം അത്രയും ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് ഇറക്കിയെടുത്ത സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഒരു കോമഡി വൺ ടൈം വാച്ചബിൾ ആക്ഷൻ സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് കൊറിയൻ സിനിമകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. അങ്ങനെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഞാനിത് ഒറിജിനൽ ലാംഗ്വേജിലാണ് കണ്ടത്, കാരണം മറ്റേ ലാംഗ്വേജ് മാറ്റിയിട്ടല്ല കണ്ടത്. അപ്പം സബ്ടൈറ്റിൽ വായിച്ച് തന്നെ മനസ്സിലാക്കണമായിരുന്നു. ഈ കൊറിയൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പ്രത്യേകിച്ച് അവരുടെ ലാംഗ്വേജ് പേരുകളാണ്, എൻ്റെ പൊന്നെ, പേര് നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കൊറിയൻ പേരുകളിൽ വളരെ 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 ടഫായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ പ്രൊനൗൺസിയേഷൻ, നമ്മളൊന്ന് പറയും, അവർ പറയുന്നത് വേറെ ഒന്നായിരിക്കും. നമ്മൾ എഴുതിയത് വായിക്കുന്നത് വേറെ, അവർ പറയുന്നത് വേറെ ആയിരിക്കും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെയാണ് എനിക്ക് പേരിനോട് ഇത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു എൻ്റർടൈനിങ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളത്, ഇത് വളരെ കുറച്ച് ആളുകൾ കണ്ടിട്ടുള്ള ഒരു ചാൻസ് ഉള്ളൂ. അങ്ങനെ ഒരു പോപ്പുലർ സിനിമയൊന്നും അല്ല. ഇപ്പം ഓഗസ്റ്റ് 9-നാണ് റിലീസായത് ഈ ഒരു സിനിമ. അങ്ങനെ ആരും പറഞ്ഞ് കേട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു കോമഡി ആക്ഷൻ സിനിമയല്ലേ, കണ്ടേക്കാം എന്നുള്ള രീതിയിൽ പോയി കണ്ടതാണ്. ഒരു വർത്ത് ഐറ്റം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊറിയൻ സിനിമ കൂടിയാണ്, നമ്മളുടെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ ആക്ടേഴ്സൊന്നും ഇല്ലാതെ, യൂഷ്വലി നമുക്ക് മുഖപരിചയം ഇല്ലാത്ത ആക്ടേഴ്സ് അഭിനയിച്ച് ഒരു സിനിമ നല്ലതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വർത്തായതുകൊണ്ടാണല്ലോ. അങ്ങനെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് മിഷൻ ക്രോസ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർ പോയി കണ്ടിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ആസ് യൂഷ്വൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.